എല്ലാവർക്കും നാരായണി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. നമ്മുടെ നാട്ടിൽ പഴംപൊരി എന്നാണ് ഇതിന് പറയുന്നത്. ഇത് 2 ഏത്തയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത ഏത്തയ്ക്കയാണ്, സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണിത്. പഴുത്ത ഏത്തയ്ക്ക എടുത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ നല്ലപോലെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല പഴുത്ത ഏത്തയ്ക്ക ഉപയോഗിക്കുന്നത്. പച്ച ഏത്തയ്ക്കയാണപ്പോൾ അത്രയും ടേസ്റ്റ് തരില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു അര കപ്പോളം മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. ആദ്യം ഒരു പാത്രം എടുക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ശേഷം ഉപ്പ് ചേർക്കുക, അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക, അതിനുശേഷം മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ലപോലെ ഒന്ന് അയഞ്ഞു വന്നിട്ടുണ്ട് മാവ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ പഴംപൊരിക്ക് മാവ് ചെയ്യേണ്ടത്. നമ്മളിപ്പം ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഏത്തയ്ക്ക ഇടാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഏത്തയ്ക്ക അതിലേക്ക് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എണ്ണ അത് കുടിക്കുന്നതാണ്. ഈ ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഏത്തയ്ക്കപ്പം തിരിച്ചിടണം. ഫൈനലി നമ്മുടെ ഏത്തയ്ക്കപ്പം ഫിനിഷായിരിക്കുകയാണ്. നല്ല കളറും നല്ല ടേസ്റ്റും ഒക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്.